ലെങ്ത്ത് ഞാൻ സീം അലവൻസ് അടക്കം 20 ഇഞ്ചസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചെസ്റ്റ്, അതുപോലെ ഷോൾഡർ, ആം ഹോൾ ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് അല്ലെങ്കിൽ കുർത്തിയെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മളിതൊരു ഓവർ കോട്ടാണല്ലോ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിൻ്റെ മേലെ കൂടെ വെയർ ചെയ്യുന്നത് കൊണ്ട് ഓവർ ടൈറ്റായിട്ട് ഇരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സോ ഞാനിവിടെ ഷോൾഡർ സാധാരണ ഫ്രോക്കിന് എടുത്തതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ച് ഇവിടെ കൊടുത്തു. അതുതന്നെ ആം ഹോളും കൊടുത്തു. അതുപോലെ നമ്മൾ ചെസ്റ്റ് പോർഷൻ 9.25 ആസ് യൂഷ്വൽ മാർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 9.25. പിന്നെ ഇവിടെ സീം അലവൻസ് അധികം കൊടുക്കാതിരിക്കാൻ നല്ലതെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അപ്പം ഞാനും അത് കേട്ടിട്ട് 1 ഇഞ്ച് മാത്രമേ കൊടുത്തുള്ളൂ. ചിലവരൊക്കെ 1/4 ഇഞ്ചേ കൊടുക്കുള്ളൂ. ഞാനിവിടെ 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ വേസ്റ്റ് പോർഷൻ്റെ അവിടെ ഷേപ്പ് ലെങ്ത്ത് ഞാനൊരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ആസ് യൂഷ്വൽ എത്രയാണോ കൊടുക്കാറുള്ളത് അതിനെക്കാട്ടിലും നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഇവിടെ ഞാനിവിടെ 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം 1 ഇഞ്ച് തന്നെയാണ് ഇവിടെയും സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ഞാൻ ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അവിടുത്തെ മെഷർമെൻറ്റ് എടുത്തിട്ട് 20 ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 19 ഇഞ്ചിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത ശേഷം വേണമെങ്കിൽ അവിടുത്തെ അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഷോൾഡർ സ്ലോപ്പ് ഒരു ഹാഫ് ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മുടെ നെക്ക് നിങ്ങൾക്ക് റെഡി ആയിട്ടുള്ള ലെങ്ത്ത് 3.5 വേണ്ടത് വെച്ചാൽ 3.25 കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് ഏകദേശം 3.25 ഇഞ്ചോളം നെക്ക് വിഡ്ത്ത് വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ താഴെ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ഡെപ്ത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് ഞാൻ ജസ്റ്റ് 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ചെറിയൊരു ബെൻഡ് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ ഫ്രണ്ടിലേക്ക് ഞാൻ ഏകദേശം കുറച്ച് നന്നായിട്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ക്ലോത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രോക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു ഭംഗി കാണുകയും വേണം. അതുകൊണ്ട് ഒരു 10-11 ഇഞ്ചിലോളം നമുക്ക് ഇറക്കാം. എത്ര വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ബോഡിയിൽ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരു 11 ഇഞ്ചോളം ഞാൻ ഇറക്കുന്നുണ്ട്. ആദ്യം 11 ഇഞ്ച് മതിയെന്ന് വിചാരിച്ചാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് അത്രയും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു 13.25 ഇഞ്ചോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ബോഡിയിൽ നിന്ന് വെച്ച് നോക്കിയിട്ട് തന്നെ എടുക്കുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ താഴേക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് അങ്ങനെ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഈ ഒരു കോട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ കൺഫ്യൂഷൻസും കുറേ ആൾട്രേഷൻസും എല്ലാം കൂടി ഒരു ചേഞ്ചസ് ആണ്. ഇനി ഈ ഫ്രണ്ടും ബാക്കും ഞാൻ മെയിൻ ക്ലോത്തൊന്നും കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഇങ്ങനെ 4 മടക്കി വെച്ചിട്ടുണ്ട്. ആ ക്ലോത്തിൽ നമുക്ക് ഏകദേശം ലെങ്ത്ത് 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് 10 ഇഞ്ചിൻ്റെ സ്ലീവാണ്. അപ്പോൾ പ്ലസ് 1 ഇഞ്ച് കൂടി ചേർത്തിട്ട് 11 ഇഞ്ചിൽ കറക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി. അതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത്. അതെനിക്ക് ഏകദേശം വേണ്ടത് ഒരു 9 ഇഞ്ചാണ്. അപ്പം ഞാനതിവിടെ ഒരു 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ എത്രയാണോ ബോഡീസിൽ കൊടുത്തത് അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കാൻ ശ്രമിക്കുക. സീം അലവൻസ് അത് ഇനി ബോട്ടം പാർട്ടിൽ 5 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു 1/4 ഇഞ്ച് നമ്മൾ കുഴിച്ചിട്ട് കട്ട് ചെയ്യും. ഇതൊക്കെ ഓക്കെ ആയിരുന്നല്ലോ. ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോയിരുന്നപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് റെക്കോർഡിംഗ് ബട്ടണിൽ 2 പ്രാവശ്യം അമർത്തിയതുകൊണ്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിലായി സ്റ്റിച്ചിങ് പാർട്ട് ഇതിൽ ഇടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോഴാണ് അടുത്ത അബദ്ധം. നമ്മൾ മാച്ചിങ് ത്രെഡ് വാങ്ങിയിട്ടില്ല. പിന്നെ ഞാനിതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആദ്യമേ തന്നെ സ്ലീവ്ലെസ് ഒക്കെ ചെയ്യുന്ന പോലെ ആം ഹോളും നെക്കും അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്തു. രണ്ടിൻ്റെയും വളരെ നീറ്റാക്കി ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് പതിച്ചടിച്ചും കൂടി വെച്ചു. അപ്പോഴാണ് മനസ്സിലായത് സ്ലീവ് നമ്മൾ വെക്കുന്നുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് മറന്നുപോയി. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ സ്ലീവ് ആ ഒരു ഫിനിഷ് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതും ഒപ്പിച്ചെടുത്തു. എങ്ങനെയൊക്കെയോ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കണു രണ്ടും 2 ലെങ്ത്ത് പോരെ. എങ്ങനെയൊക്കെ ആയാലും ഇതെല്ലാം ഞാൻ വീണ്ടും അഴിച്ചിട്ട് ആദ്യം ഒന്നും കൂടി പണിതെടുത്തു. ഓക്കെ.
എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ഞാനതാ ജസ്റ്റ് ഒന്ന് ഇടിയിപ്പിച്ചിട്ടൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ്. അപ്പം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ.